ഖത്തറിൽ ഡെലിവറി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന പ്രഗ്നന്റ് ലേഡീസ് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഞാൻ ആക്ച്വലി ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡെലിവറിക്ക് മുന്നേ അറിഞ്ഞിരുന്നാൽ നന്നായിരുന്നു എന്ന് തോന്നിയ 6 കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഷാദിയ ഫാത്തിമ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സ് നേരത്തെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക എന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ പ്രഗ്നന്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിലെ അഡ്മിഷൻ മുതൽ ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എസ്പെഷ്യലി നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള അഡ്മിഷൻ എങ്ങനെയാണ്, രജിസ്ട്രേഷൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെയാണ്, റിലേറ്റഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, ഡെലിവറി ടൈമിൽ ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ QID, ഹസ്ബൻഡിന്റെ QID, അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെയും നിങ്ങളുടെയും പാസ്പോർട്ടിന്റെ കോപ്പി, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്ന നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പുവരുത്തുക. ഇനി നിങ്ങൾ പ്രൈവറ്റിലാണ് കൺസൾട്ട് ചെയ്യുന്നതെങ്കിൽ ഇൻഷുറൻസ് എങ്ങനെയാണ്, ഇൻഷുറൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നിലവില് ഹെൽത്ത് കാർഡ് മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. QID മാത്രം മതിയാവും. പിന്നെ ഞാൻ ഡെലിവറി ചെയ്ത സമയത്ത് ഹെൽത്ത് കാർഡ് മാൻഡേറ്ററി ആയിരുന്നു, പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടായിരുന്നു. ഹസ്ബൻഡിന് അറിയായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലൊക്കെ പോയി ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. ഹെൽത്ത് കാർഡൊക്കെ എനിക്ക് കിട്ടി മേടിച്ചു തന്നതൊക്കെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പൊ ലാസ്റ്റ് നിമിഷം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും അപ്പോയിന്റ്മെന്റ് ഒക്കെ മിസ്സായാൽ പിന്നെ വീണ്ടും അപ്പോയിന്റ്മെന്റ് കിട്ടുക എന്നുള്ളതും കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ അപ്പോയിന്റ്മെന്റ്സ് വരുന്നത് നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ദിവസം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കാണ്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ തിങ് എന്താണെന്ന് നോക്കാം. ട്രാവലിംഗ് ആണ്. നിങ്ങൾ പ്രഗ്നന്റ് ആയത് മുതൽ ഡെലിവറി ചെയ്യുന്നത് വരെയും നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള ട്രാവലൊക്കെ സാധ്യമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ച് ഉറപ്പുവരുത്തുക. കാരണം ചിലർക്ക് പ്രഗ്നൻസി ഒക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് കഴിവതും ഡോക്ടേഴ്സ് പറയുന്നത് ലോങ് ആയിട്ടുള്ള ട്രാവലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഒന്ന് സംസാരിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്റെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. അപ്പൊ ആ ടൈമിൽ ചെറിയൊരു ഡൗട്ട് തോന്നി വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ വീടിന്റെ അടുത്തുള്ള ഒരു DDRC ചെന്നിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്തത്. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നത് ഒരു സന്ധ്യയൊക്കെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ്. പക്ഷെ ആ ദിവസം തന്നെ രാത്രി എനിക്ക് 7-8 മണിക്ക് എന്തോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യാണ്ടിരിക്കാൻ പറ്റൂലല്ലോ, എന്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞിട്ട് കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് ഇത്രയും ദൂരെ ട്രാവൽ ചെയ്ത് വരേണ്ടി വന്നു. അതുപോലെ തന്നെ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയാതെയാണല്ലോ നാട്ടിൽ നിന്നത്. ആ സമയത്ത് ഒരുപാട് ഞാൻ ഇങ്ങനെ ഓട്ടോയില്, നമ്മുടെ നാട്ടിലെ എന്താണ് റോഡൊക്കെ എല്ലാവർക്കും അറിയാലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്, ഫുള്ള് കുണ്ടും കുഴിയും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതും എൻ്റെ വാപ്പാടെ ഓട്ടോയിലാണ് ഞാൻ പോയത്. ഓട്ടോയുടെ കാര്യമൊന്നും പറയണ്ട, കണക്കാണ്. അപ്പൊ ആ ഓട്ടോയിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ കുലുങ്ങിയൊക്കെയാണ് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിരുന്നു. ഒരു എന്ത് പറയാനാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഫുള്ളായിട്ട് യാത്ര ചെയ്തോണ്ടേയിരുന്നു കേട്ടോ. അതേപോലെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നല്ല പോലെ ടർബുലൻസ് ഉണ്ടായിരുന്നു. ഇതുവരെയും ഞാൻ ലൈഫിൽ ഇത്രയും ടർബുലൻസ് അനുഭവിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഖത്തറിലോട്ട് വന്നപ്പോൾ ഭയങ്കര ടർബുലൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് നല്ല രീതിയിൽ കുലുങ്ങി വന്ന് എനിക്ക് വോമിറ്റിംഗ് സെൻസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കരയൊക്കെ ചെയ്തു, വയറൊക്കെ എന്തോ പോലെ ആയിട്ടേ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ കരച്ചിലൊക്കെ വന്നായിരുന്നേ. അപ്പോൾ ഇത്തരം യാത്രകളൊക്കെ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്ക് എന്തോ ഭാഗ്യവശാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ 3rd ട്രൈമസ്റ്ററിലാണ് യാത്ര ചെയ്യുന്നതെന്ന് വെച്ചോ. എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു. 7 മന്ത്സിൽ ഞാൻ പിന്നീട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് 8 മന്ത്സ് ആയപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ 38th വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ, പ്രഗ്നന്റ് ലേഡീസ് യാത്ര ചെയ്യുന്നതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണോ പോകുന്നത് അവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി ഒന്ന് വായിച്ചൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വീക്ക് വരെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ അതിന് മുന്നേ 8 മാസം
ആയപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ തിരിച്ച് ഖത്തറിലോട്ട് വന്നു. കാരണം ഇനിയും ഞാൻ ലേറ്റ് ആയാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ കുടുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി ഖത്തറിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തിരിച്ച് ഖത്തറിലോട്ട് വന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ നാട്ടിലോട്ട് ട്രാവൽ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ നാട്ടിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം പോവുക. അതായത് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണ്, ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാം, റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ. അടുത്തതായിട്ട് തേർഡ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഡെലിവറി സിംറ്റംസ് ഒക്കെ ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന് പാക്ക് ചെയ്യേണ്ട, നമുക്ക് ലാസ്റ്റ് നിമിഷം പാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നേരത്തെ തന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേറൊന്നുമല്ല, 8th month ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കുറച്ചു നേരം ഒന്ന് നിൽക്കാനും ഇരിക്കാനും ഒക്കെ. എപ്പോഴും ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. കാരണം ബേബിയുടെ വെയിറ്റ് നമ്മുടെ വയറിൽ നല്ല പോലെ പ്രഷർ കാണും അടിവയറ്റിലൊക്കെ. അപ്പൊ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് നിമിഷം നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ ആരും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ചെയ്യാൻ നോക്കുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഞാൻ സെക്കൻഡ് ട്രൈമസ്റ്റർ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എല്ലാവരും മിക്കവരും ഈ പ്രഗ്നന്റ് ലേഡീസ് എല്ലാവരും പൊതുവെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ തേർഡ് ട്രൈമസ്റ്ററും ഫസ്റ്റ് ട്രൈമസ്റ്ററും അങ്ങനെ ആയിരിക്കില്ല, നേരെ തിരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ തന്നെ നിങ്ങൾ ബേബിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഒരു ബാഗിൽ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനെ കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ കോമന്റ്സ് ഒക്കെ വന്നിരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊന്നുമല്ല, എനിക്കിപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുറേ ആയില്ലേ, അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ എല്ലാം കൂടെ ഒന്ന് തപ്പി പിടിച്ച് അന്വേഷിച്ച് അത് ബാഗിലേക്ക് ആക്കി കാണിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എമ്മറും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ വെച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. തൽക്കാലം ഞാൻ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ഐഡിയ തരാം. നിങ്ങൾ നിങ്ങളുടെ ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, ഡ്രസ്സ് എന്തൊക്കെയാണോ, ഇപ്പം ന്യൂ ബോൺ ഡ്രസ്സ് ഉണ്ട്, അത് പാക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഡയപ്പർ ഉണ്ടെങ്കിൽ ഡയപ്പർ, ഇപ്പൊ ഖത്തറിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തരും കേട്ടോ. അതുപോലെ സാനിറ്ററി പാഡ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പാഡ്, നമ്മുടെ ഡ്രസ്സ്, നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സ്ലിപ്പർ, അതുപോലെ തന്നെ ചാർജർ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗിനെ പാക്ക് ചെയ്യുന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാവേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിൽ ആവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഹോസ്പിറ്റൽ ബാഗിലാക്കി വെച്ചാൽ നമുക്ക് അൺനെസസറി ആയിട്ടുള്ള തിങ്സ് കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ലല്ലോ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് തിങ് എന്ന് പറയുന്നത് ലേബർ തുടങ്ങിയാൽ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ലേബർ സിംറ്റംസിനെ കുറിച്ച് അല്ലെങ്കിൽ കോൺട്രാക്ഷനെയൊക്കെ കുറിച്ചിട്ട് ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നമുക്ക് അറിയാലോ, നമ്മൾ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഫോൾസ് ലേബർ പെയിൻ ഒക്കെ വരും, വയറിൽ അടിവയറ്റിലൊക്കെ വേദന വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മൾ ഡെലിവറി പെയിൻ ആണ് നമുക്ക് വന്നതെന്നും പറഞ്ഞ് ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോവാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടായി, അതല്ലെങ്കിൽ വാട്ടർ ബ്രേക്ക് ആയി, കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഇല്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള വയറുവേദന വരാം. അങ്ങനെ വന്നാലും ബാക്കിലാണെങ്കിലും ബാക്ക് പെയിൻ അങ്ങനെയൊക്കെ ഉണ്ടായാലും, കാരണം ലേബർ പെയിൻ അങ്ങനെയാണ്, നമുക്ക് അടിവയറ്റിലും അതായത് വയറിലും നമുക്ക് നടുവിലായിട്ടൊക്കെയാണ് പെയിൻ വരുന്നത്. എനിക്ക് വെറും പീരീഡ്സിന്റെ എക്സ്ട്രീം ലെവൽ പെയിൻ പോലെയായിരുന്നു, വയറിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് വിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ പറ്റിയാൽ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ വേറെ ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് വെറും വയറുവേദന മാത്രമാണെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് 4 സെന്റിമീറ്റർ ഡയലേറ്റ് ആയാൽ മാത്രമേ അവർ നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി നമ്മുടെ ലേബറിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അതല്ലെങ്കിൽ അവർ അഡ്മിറ്റ് ആക്കില്ല, നമ്മളെ വീട്ടിൽ പറഞ്ഞു വിടും. അങ്ങനെയാണ് ഇവിടെ ഖത്തറിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണോ എന്നുള്ളത്. ഞാനാണെങ്കിൽ പോലും 2-3 തവണയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഡയലേറ്റ് ആയിട്ട് പോലും എന്നെ ഹോസ്പിറ്റലിൽ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് വാട്ടർ ലീക്ക് ആവുന്നുണ്ട്, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇതും കൂടെ ഞാൻ ഉൾപ്പെടുത്താം. വാട്ടർ ലീക്ക് ആവാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോവാവേ. അങ്ങനെ ലീക്ക് ആവുന്നുണ്ട് എന്നൊരു സംശയവും പിന്നെ വയറുവേദന ഓൾറെഡി ഉണ്ടായിരുന്നു, അതും കൂടെ ആയപ്പോഴാണ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ, അതും 2-3 തവണ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയത്. അങ്ങനെയാണ് എന്നെ അഡ്മിറ്റ് ആക്കി പിന്നെ പെയിന് വരാനുള്ള മരുന്നൊക്കെ തന്ന് ഇൻഡ്യൂസ്ഡ് ലേബർ ആയിരുന്നേ. അങ്ങനെയാണ് ഞാൻ പ്രസവിച്ചത്. ഓക്കെ,
സോ ഇത്തരം നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോവാം. പിന്നെ അസഹനീയമായിട്ടുള്ള വയറുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ മടിച്ചൊന്നും നിൽക്കേണ്ട. ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് 4-ാം മാസത്തിലൊക്കെ ഒരു പെട്ടെന്ന് ഒരു അടിവയറ്റിൽ ഒരു കൊളുത്തി പിടിക്കുന്ന പോലെ ഒരു വേദന ആദ്യമായിട്ട് വന്നപ്പോൾ ഞാൻ പേടിച്ച് വേഗം ആംബുലൻസ് ഒക്കെ ഇട്ടിട്ട് ഇവിടുത്തുള്ള എമർജൻസി ആയിട്ട് ഹമദ് ഹോസ്പിറ്റലിൽ പോയായിരുന്നേ. അപ്പോൾ അവിടെ പോണ സമയം തന്നെ എനിക്ക് അങ്ങനെ ആ പെയിനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് കോമൺ ആണ്, വരുന്നൊരു സാധനമാണെന്ന്. പിന്നെ എനിക്ക് 5-ാം മാസം 6-ാം മാസം എല്ലാ മാസത്തിലും ഈ ഒരു വേദന ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പം ഈ ഒരു വേദന വരുമ്പോഴത്തേക്ക് അയ്യോ ഇനിയിപ്പോൾ ലേബറിന്റെ എന്തെങ്കിലും പെയിൻ ആണോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ ഇത് നോർമൽ ആയിട്ടുള്ള വേദനയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത വേദനയൊക്കെ ആണെങ്കിൽ പോകുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോയെന്നും പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഖത്തറിലുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എമർജൻസിയിൽ പോകാവുന്നതാണ്. അതെല്ലാം നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെ പോവാം. പ്രത്യേകിച്ച് നമ്മളൊരു ഫസ്റ്റ് ടൈം മോമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ലേബർ പെയിൻ ആണോ അല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എമർജൻസി കോൺടാക്ട് സൂക്ഷിക്കുക എന്നതാണ്. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ നമ്പർ, ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സിന്റെ നമ്പർ ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ, നൈബേഴ്സ് ആരെങ്കിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ നൈബേഴ്സിന്റെ നമ്പർ ആണെങ്കിലും ഒന്ന് കോൺടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എമർജൻസി നമ്പർ കാണുമല്ലോ, ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ അങ്ങനെ എമർജൻസി നമ്പർ, ആംബുലൻസ് നമ്പർ ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ എപ്പോഴും കോൺടാക്ട് സേവ് ചെയ്ത് വെക്കുക. ഇനി ഫോണിൽ ചിലപ്പോൾ ഇങ്ങനെ ചാർജ് ഇല്ലെങ്കിലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കിലോ വല്ലതും എഴുതിയാണെങ്കിലും വെക്കാം കേട്ടോ. ആ എമർജൻസി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കോൺടാക്ട്സ് എടുക്കണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഖത്തറിൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാം, ഇവിടെ നിങ്ങൾക്ക് ആംബുലൻസ് ആണെങ്കിൽ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടി 999 എന്ന് പറയുന്ന ഫോൺ എടുക്കുക, 999 ഡയൽ ചെയ്ത് വിളിച്ചാൽ മാത്രം മതി. ചിലപ്പോൾ നമുക്ക് പെയിൻ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നതെങ്കിൽ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 999 വിളിച്ച് നേരെ ആംബുലൻസ് ഇട്ട് വേഗം ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. പിന്നെ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല, അവർ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അതല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ട്, പക്ഷേ ഓൾഡ് ഏജ് പീപ്പിൾസ് ആണ്, അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ കാര്യങ്ങളൊന്നും അറിവില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയൽ ചെയ്യാമല്ലോ, ഫോണൊക്കെ വിളിച്ച് പെട്ടെന്നല്ലേ ഫോണൊന്ന് ഡയൽ ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ, അവർ ഡയൽ ചെയ്ത് പെട്ടെന്ന് ആംബുലൻസ് ഇട്ട് നിങ്ങൾക്ക് പോകാമല്ലോ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എമർജൻസി കോൺടാക്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ട് ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡിന് വരാൻ പറ്റൂല. അപ്പം ആരെങ്കിലുമൊക്കെ ഉള്ളത് നല്ലതാണ്. ഇപ്പം നൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കോൺടാക്ട് ഉണ്ടെങ്കിൽ, അവരാണെങ്കിൽ എമർജൻസി ഉണ്ടായാൽ ഓടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഹോസ്പിറ്റലിന്റെ എമർജൻസി നമ്പേഴ്സ് എപ്പോഴും നിങ്ങളുടെ ഫോണിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, അതായത് 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് റിക്കവറി ആൻഡ് പോസ്റ്റ്പാർട്ടം. അതായത് നിങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. ഈ ഒരു റിക്കവറി ഫേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പോസ്റ്റ്പാർട്ടം ലൈഫ്. അതായത് നമ്മൾ ഞാനാണെങ്കിൽ പോലും ഈവൻ ഡെലിവറി ടൈമൊക്കെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ടയേർഡ് ആയിരിക്കും, നമുക്ക് ഒരുപാട് സ്റ്റിച്ചിന്റെ പെയിന്, ബോഡി പെയിൻ ഒക്കെ ഉണ്ടാവാൻ. നോർമൽ ഡെലിവറി ആണെങ്കിൽ, സി സെക്ഷൻ ആണെങ്കിൽ അറിയാലോ, സ്റ്റിച്ചിന്റെ പെയിന് നമുക്കൊന്ന് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ ഒക്കെ പറ്റൂല. ആദ്യം തന്നെ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും. ഒന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ആരെങ്കിലും സപ്പോർട്ട് വേണ്ടി വരും. അതുപോലെ ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്ന ടൈം എടുത്ത് നമ്മുടെ ബോഡി ഹീൽ ആവുള്ളൂ. അപ്പം നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. ഡെലിവറി കഴിഞ്ഞ ഉടനെ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിചാരിക്കും. നിങ്ങൾ പേടിപ്പിക്കുന്നതൊന്നും അല്ല, പക്ഷെ നമ്മളത് അറിഞ്ഞിരിക്കണം. ഡെലിവറി കഴിഞ്ഞു എന്നും പറഞ്ഞ് എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞ് ആരും ഇരിക്കരുത്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്ന പതിയെ ടൈം ഹീൽസ് എവറിത്തിങ് എന്നാണല്ലോ. പതുക്കെ നിങ്ങളുടെ ബോഡിക്ക് സമയം കൊടുത്താൽ മാത്രമേ ബോഡി പഴയതുപോലെ വരത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മെന്റലിയും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കണം. ബ്രസ്റ്റ് ഫീഡിംഗ് എന്താണ്, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് കുറച്ച് റിലീഫ് കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബേബിക്ക് മാത്രമല്ല അമ്മയ്ക്കും നല്ല രീതിയിൽ റെസ്റ്റും പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ആണെങ്കിലും ഹെൽത്ത് ഒക്കെ നോക്കേണ്ട കാര്യമാണ്. ബേബിയെ മാത്രം ടേക്ക് കെയർ ചെയ്യാൻ പാടില്ല, അമ്മയും കൂടെ എപ്പോഴും അവരുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് ബേബിക്ക് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ബേബിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും, പക്ഷെ അമ്മയ്ക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. എൻ്റെ കാര്യത്തിൽ പോലും ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തപ്പോഴാണ് എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി. അപ്പോൾ പല കാര്യങ്ങളും, ഇപ്പം ബ്രസ്റ്റ് പമ്പ് മേടിക്കുന്നതാണെങ്കിൽ പോലും, അതല്ല എങ്കിൽ നിപ്പിൾ ഷീൽഡ്, ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടുന്നത്. ഡെലിവറി കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കുറേ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എനിക്ക് നേരത്തെ മേടിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ എനിക്ക് നേരത്തെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ചെയ്തിരുന്നേനെ. ഓക്കെ,
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് ലാച്ച് ചെയ്യിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ, ഫസ്റ്റ് ടൈം മോം ആകുമ്പോൾ അതിനെപ്പറ്റിയൊന്നും നമുക്കൊരു ഐഡിയ കാണൂലല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ മിഡ് വൈഫ്സോ ആയിട്ടോ ഒക്കെ ഒന്ന് സംസാരിച്ച് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഡെലിവറി കഴിയുമ്പോൾ തന്നെ അതൊക്കെ അവർ പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ടൈം തന്നെ ക്ലിയർ ചെയ്യുക. സോ ഗൈസ്, ഖത്തറിൽ ഡെലിവറി പ്ലാൻ ചെയ്യുന്ന അമ്മമാർക്ക് ഈ ഒരു 6 കാര്യങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെയും ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഗൈസ്, ഈ ഒരു വീഡിയോ പ്രഗ്നന്റ് ലേഡീസിന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രഗ്നന്റ് ആയിട്ട്, അതും ഖത്തറിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡെലിവറി എക്സ്പീരിയൻസ്, നിങ്ങൾ നാട്ടിലാണോ ഖത്തറിലാണോ ഡെലിവറി ചെയ്തത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതും, അതുപോലെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതും കൂടെ കോമെന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.